എല്ലാവർക്കും ബുക്ക്ലെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ കണ്ടെത്തലിന്റെ 3 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 3, 5 മാത്രം. പൊതുമേഖലാ പദ്ധതി, പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക ഘടക പദ്ധതി, ട്രൈബൽ സബ് പ്ലാൻ ഫണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 3 മാത്രം. 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം കേരളത്തിലെ വികേന്ദ്രീകരണ പരിപാടി പുനഃക്രമീകരിക്കുകയും കേരള വികസന പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പീപ്പിൾസ് പ്ലാനിംഗ് എന്ന ആശയത്തിന് ഊന്നൽ നൽകി. കേന്ദ്രീകരണത്തിന്റെ മുഴുവൻ പ്രക്രിയയും നവീകരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് 74ാം ഭേദഗതി നിയമത്തിന്റെ വ്യവസ്ഥയല്ലാത്തത്? ഒരു ദേശീയ നഗര നവീകരണ ദൗത്യം സ്ഥാപിക്കൽ. 1962 സംസ്ഥാനങ്ങളിലൊന്ന് ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്ത് രാജിന്റെ ത്രിതല വ്യവസ്ഥകൾ നൽകുന്ന ഒരു നിയമം പാസാക്കി. ഏതായിരുന്നു അത്? മധ്യപ്രദേശ്. ചേരുംപടി ചേർക്കുക. ബൽവന്തറായി മേത്ത കമ്മീഷൻ പഞ്ചായത്ത് ഘടന ജില്ലാ, ബ്ലോക്ക് തലങ്ങളിൽ നടപ്പിലാക്കുക. അശോക് മേത്ത കമ്മിറ്റി PRA ഘടനയിൽ ജില്ലാ ഭരണപരമായ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. GVK റാവ് കമ്മിറ്റി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് ഗ്രാമീണ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള വിശാലമായ അധികാരങ്ങൾ ഏറ്റെടുക്കണം. K സന്താനം കമ്മിറ്റി പഞ്ചായത്തുകൾക്കും സംസ്ഥാന പഞ്ചായത്തി രാജ് ധനകാര്യ കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിനും പരിമിതമായ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അധികാരങ്ങൾ. മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12ാം ഷെഡ്യൂൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന ലിസ്റ്റ്. സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ഇന്ത്യയിൽ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രോത്സാഹിപ്പിച്ചതെന്ത്? 1857 കലാപത്തിന് ശേഷം കടുത്ത സാമ്പത്തിക സമ്മർദ്ദം. ആർട്ടിക്കിൾ 243 യുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക. 243 മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക. ജനാധിപത്യപരവും അക്രമരഹിതവുമായ ഒരു ഇന്ത്യയെ വിജയകരമായി വികസിപ്പിക്കുന്നതിൽ ആദ്യം പഴയ പഞ്ചായത്ത് സംവിധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അവിടെ അധികാരപ്രയോഗം അടിത്തറയിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും ഒരു റിപ്പബ്ലിക് ആകും. അതിന് ഒരു ഏകീകൃത ഫെഡറൽ ഇന്ത്യയുടെ ഭാഗമായി പൂർണ്ണ അധികാരങ്ങളുണ്ടാകും. ഇത് വിഭാവനം ചെയ്യുന്നത് മഹാത്മാഗാന്ധി. ഗ്രാമസഭയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മുകളിൽ പറഞ്ഞവയെല്ലാം. പ്രാദേശിക ഭരണത്തിൽ പൗരപങ്കാളിത്തത്തിന് ഒരു പ്ലാറ്റ്ഫോം നൽകുക. ഗ്രാമപഞ്ചായത്തിന്റെ സേവന വിതരണത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കുക. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സാമൂഹിക ഗ്രൂപ്പുകൾക്കും പങ്കാളിത്തം അസമമാണ്. PRAയുടെ ത്രിതല ഘടന ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? ബൽവന്തറായി മേത്ത കമ്മിറ്റി. ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത് റോസൻസ്റ്റീൻ റോഡൻ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാധമനി. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകൾ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? സ്കീറൻ കൈമ. ആഹാരവസ്തുക്കൾ കടിച്ചുകീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല്. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? 270 മുതൽ 280 ദിവസം. മനുഷ്യ ശരീരത്തിന്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഇക്കോളജി. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? വംശനാശ ഭീഷണി നേരിടുന്നവ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക.
എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഡോക്ടർ പൽപു. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പു നിറം നൽകുന്ന വർണ്ണകം ക്ലോറോഫിൽ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ദുബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് അപവർത്തനം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. സങ്കര ഇനം തക്കാളി ഏതാണ്? അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നുവെങ്കിൽ അതിന് വിളിക്കുന്ന പേര് കടൽക്കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൃഗങ്ങൾ ആന, കാള, സിംഹം, കുതിര. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിനെ അംഗീകരിച്ച വർഷം 2009. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് കൈസൺ പ്രഭു. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി കാതോരം. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത്? നൈട്രസ് ആസിഡ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലി കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല? ബാബർ. ആരാണ് അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബർ. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? മാഡം ബിക്കാജി കാമ.